പിന്നെ ഒരു കൊച്ചുകുട്ടി അവനേക്കാൾ മുതിർന്നൊരു പെണ്ണിനെ സ്നേഹിക്കുന്നു. അതറിഞ്ഞ അമ്മ അവനെ അടിക്കുന്നു. അതേ ദിവസം തന്നെ ആ പെൺകുട്ടിയുടെ വിവാഹവും നടക്കുന്നു. ദേഷ്യം വന്നവൻ അവൾ സമാധാനത്തോടെ ജീവിക്കാൻ പാടില്ലെന്ന് തീരുമാനിച്ച് ആരും പൂജ ചെയ്യാൻ പോകാത്തൊരു ദ്വീപിലേക്ക് പോകുന്നു. കൂട്ടിന് അവന്റെ അനിയത്തിയെ കൊണ്ടുപോകുന്നു. പക്ഷെ അവിടെ എത്തിയതിനു ശേഷമാണ് മനസ്സിലാവുന്നത് അവന്റെ അനിയത്തിയെ കൂട്ടിനായി കൊണ്ടുവന്നതല്ല, അവളെ ബലി കൊടുത്ത് പൂജ ചെയ്യാനാണ് കൊണ്ടുവന്നത്. അവനും അനിയത്തിയും പിടിവലി നടത്തിയപ്പോൾ മരത്തിലിടിച്ച് അവൻ മരിക്കുന്നു. ഇപ്പോൾ അവന്റെ ആഗ്രഹം നിറവേറാതെ മരിച്ചതുകൊണ്ട് അവന്റെ ആത്മാവ് ആ മരത്തിന് ചുറ്റും അലയുന്നു. അതിനുശേഷം 60 വർഷം കഴിഞ്ഞ് അവന്റെ അനിയത്തിയുടെ ചെറുമകൻ ആ നാട്ടിലേക്ക് വരുന്നു. വന്നവൻ അറിയാതെ ആ ദ്വീപിലേക്ക് വന്നതും ആ ആത്മാവ് അവന്റെ ഒപ്പം ദ്വീപിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നു. എന്നിട്ട് അവനെ ഒത്തിരി ടോർച്ചർ ചെയ്യുന്നു. അതിനുശേഷം ആ ആത്മാവിന് എന്തു വേണമെന്ന് ചോദിക്കുമ്പോൾ അത് തന്റെ പഴയ കാമുകിയെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. അതുകൊണ്ട് ഇവൻ എല്ലായിടത്തും അവരെ അന്വേഷിക്കുന്നു. അവസാനമാണ് ഇവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ മുത്തശ്ശിയാണ് 60 വർഷത്തിന് മുൻപ് അത് പ്രണയിച്ചിരുന്നതെന്ന് മനസ്സിലാവുന്നത്. അതറിഞ്ഞതും അവൻ അതിനെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ ആ കാമുകി പല്ലില്ലാത്ത മുത്തശ്ശിയായിരിക്കുന്നത് കണ്ട് അവരെ വേണ്ടെന്ന് പറയുന്നു. ഇവൻ അത് കേട്ട് സമാധാനത്തോടെ ഇരിക്കുമ്പോൾ ഇവൻ സ്നേഹിക്കുന്ന പെൺകുട്ടി അവിടേക്ക് വരുന്നു. ഉടനെ അത് അവളുടെ സൗന്ദര്യം കണ്ട് മുത്തശ്ശിക്ക് പകരം അവളെ മതിയെന്ന് പറയുന്നു.